ധർമ്മസ്ഥലയിലെ മണ്ണിനടിയിൽ മൂടപ്പെട്ട സത്യങ്ങൾ ഓരോന്നോരോന്നും പുറത്തു വരുമ്പോൾ പ്രമുഖരുടെ സമനില തെറ്റിയിരിക്കുന്നു. 13-ാം പോയിന്റ് കുഴിച്ചു തുടങ്ങിയതോടെ ധർമ്മസ്ഥല അധികാരികളുടെ അറിവോടെ നടത്തിയ കൊലപാതകങ്ങളുടെ അസ്ഥിവാരം തോണ്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുകയാണ്. അതോടെയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ധർമ്മസ്ഥലയിലെ ഡി ഗ്യാങ് എന്നറിയപ്പെടുന്ന ഗുണ്ടകൾ അക്രമം അഴിച്ചുവിട്ടത്. 4 മാധ്യമ പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. അതിൽ യുണൈറ്റഡ് TV എന്ന യൂട്യൂബ് ചാനൽ വാർത്താ അവതാരകൻ അഭിഷേകിൻ്റെ നില അല്പം ഗുരുതരമായിരുന്നു. ഈ കൊലപാതകങ്ങൾ നടത്തിയതും കൊലപാതകികൾ കൊന്നു തള്ളിയ സൗജന്യ എന്ന കുട്ടിയുടെ അമ്മാവൻ്റെ വാഹനവും തകർത്തിരിക്കുകയാണ്. ഈ ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും കുഴിച്ചുമൂടലുമെല്ലാം പുറം ലോകത്തിന് പറഞ്ഞുകൊടുത്ത യൂട്യൂബർമാരെ തെരഞ്ഞു പിടിച്ച് തല്ലുകയായിരുന്നു ധർമ്മസ്ഥല അധികാരികളുടെ ഗുണ്ടകൾ. എന്നാൽ ഇന്നലെ നടന്ന ആ അക്രമത്തോടുകൂടി ധർമ്മസ്ഥലയിലെ ഇപ്പോഴത്തെ യഥാർത്ഥ ചിത്രം ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ധർമ്മസ്ഥലയിൽ ഇത്രയും കാലം ഭരിച്ചിരുന്ന രാജാക്കന്മാർ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം 4000 ഏക്കറോളം കാടുകൾ മാത്രമുള്ള ധർമ്മസ്ഥല എന്ന വലിയ പ്രദേശത്തിൻ്റെ രാജാക്കന്മാർ അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ല എന്നിരിക്കെ 100 കണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചിടാൻ മറ്റൊരാളും അവിടെ എത്തില്ല എന്നുറപ്പാണ്. അങ്ങനെ ആദ്യം തന്നെ 1ഉം 2ഉം ആളുകളെ ഇങ്ങനെ ബലാത്സംഗം ചെയ്ത് കൊന്ന് തള്ളി അത് കുഴിച്ചു മൂടി ഈ പരിപാടി അവർ തുടങ്ങുമ്പോൾ അറിഞ്ഞിരുന്നില്ല 100 കണക്കിലേക്ക് മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചു മൂടിയാൽ ഇന്നല്ലെങ്കിൽ നാളെയെല്ലാം കണ്ടുപിടിക്കും എന്നുള്ള കാര്യം. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പരിപാടി അവർ തുടങ്ങുമ്പോൾ ഈ രാജ്യത്ത് മൊബൈലും ഇന്റർനെറ്റും മാധ്യമങ്ങളും ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. നാട്ടിലെ ദാരിദ്ര്യം മുതലെടുത്ത് ആളുകളെ ഒപ്പം കൂട്ടി എല്ലാ അനീതികളും ചെയ്യിപ്പിച്ച ഈ മാന്യന്മാർ ഇന്ന് നിയമത്തിൻ്റെ മുന്നിൽ കുടുങ്ങാൻ പോകുകയാണ്. 100 കണക്കിന് പാവം പിഞ്ചുമക്കളെ പോലും പിച്ചി ചിന്തിയ കഴുകന്മാർക്ക് ദൈവത്തിൻ്റെ കോടതിയുടെ ശിക്ഷ വേറെ ഉണ്ടായിരിക്കും. എങ്കിലും ഏറെ വൈകിയാണെങ്കിലും നിയമത്തിൻ്റെ കോടതിയും ഇവരെ പിടികൂടാൻ പോവുകയാണ്. ആ വെപ്രാളത്തിൽ നടത്തിയ അവസാനത്തെ കാട്ടിക്കൂട്ടലാണ് ഇന്നലത്തെ ആക്രമണം. ആ ഗ്യാങ്ങിൽ വന്നവരിൽ തന്നെ എത്രയോ പേരെ കൊന്ന കൊലയാളികൾ തന്നെയുണ്ട് എന്നാണ് ചിലർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു കാലത്ത് കാൽ കീഴിൽ വെച്ച് ഭരിച്ചിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് ഇവരുടെ 100-ന് പകരം 10,000-കണക്കിന് സാധാരണക്കാർ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് അവർക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നത്. കൊലപാതകങ്ങൾ ഓരോന്നോരോന്നായി പൊങ്ങി വരികയാണ്. ധർമ്മസ്ഥല ഗ്യാങ്ങിനെ നിയന്ത്രിക്കുന്ന പ്രമുഖരുടെ പേരുകളും അവരുടെ ഇതിലുള്ള വ്യക്തമായ പങ്കും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും അവരിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന സൂചനകളും പുറത്തു വന്നതോടെയാണ് അവർ ഗുണ്ടകളെ അയച്ച് മാധ്യമ പ്രവർത്തകരെയും അതുപോലെ ഇനി പരാതിയുമായി എത്താൻ സാധ്യതയുള്ളവരെയും അവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ച തെളിവുകൾ വെച്ച് മാത്രം നോക്കിയാൽ ഒരുത്തനും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ആദ്യം മാർക്ക് ചെയ്ത 13 പോയിന്റുകളിൽ പെടാത്ത ഒരു പോയിന്റ് കൂടി അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. അതും സാക്ഷിയുടെ മൊഴിപ്രകാരം തന്നെയായിരുന്നു. അവിടുന്ന് ലഭിച്ച മൃതദേഹത്തിന് വെറും 2 വർഷം പോലും പഴക്കമില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം മൊഴി നൽകിയ ശുചീകരണ തൊഴിലാളി 10 വർഷം മുൻപ് തന്നെ അവിടുന്ന് ജോലി രാജിവെച്ചിട്ടും ഇപ്പോഴും അവിടെ കൊലപാതകവും കുഴിച്ചുമൂടലും യഥേഷ്ടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്ന് SIT സംഘം വ്യക്തമാക്കി കഴിഞ്ഞു. അതോടെ ധർമ്മസ്ഥലയിലെ പ്രമുഖർ ഒരു സംശയവും വേണ്ട അഴിക്കുള്ളിലാകും എന്നുള്ളത്. അതിൻ്റെ വെപ്രാളമാണ് അവിടെ കണ്ടത്. 100 കണക്കിന് യൂട്യൂബർമാരും കുറച്ചു മാത്രം സാറ്റലൈറ്റ് ചാനലുകളും ഈ ധർമ്മയുദ്ധത്തിന് വലിയ പിന്തുണ നൽകുകയാണ്. അതുകൊണ്ട് മാത്രമാണ് പുറം ലോകം ഇതറിഞ്ഞത്. എന്നാൽ ചില ചാനലുകൾ ഇപ്പോഴും കൊലപാതകികൾക്ക് ഒത്താശ പാടിക്കൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ. പക്ഷെ ക്രമേണ ധർമ്മസ്ഥല സത്യത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭ്രാന്തിളകിയ അക്രമികൾ എന്തു കാട്ടുമെന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ധർമ്മസ്ഥല പോലീസ് വലയത്തിലാക്കി വെസ്റ്റേൺ സോൺ IG-യും ദക്ഷിണ കന്നഡ SP-യും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 5 ബറ്റാലിയൻ പോലീസിനെയാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഇന്നത്തെ പരിശോധന കനത്ത സുരക്ഷയിൽ തന്നെയാണ് നടക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, 100 കണക്കിന് ആളുകളെ കുഴിച്ചിട്ടു എന്ന്
സാക്ഷി നൽകിയ മൊഴി ശരിയാണെന്ന് തെളിയുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത നീക്കം ഇത് ചെയ്യിപ്പിച്ച യഥാർത്ഥ ക്രിമിനലുകൾക്ക് എതിരാണ്.